കാര്യങ്ങളാണ് ഇതൊക്കെ. പഴയ സവർണ കാലഘട്ടത്തിലുള്ള സവർണ തമ്പുരാന്റെ ഏതോ പേരക്കുട്ടിയോ മകനോ മക്കളോ അല്ലെങ്കിൽ ഏതോ മൂത്രമൊഴിച്ച് തെറിച്ചു പോയ ഏതോ ഒരു ബന്ധത്തിലൊക്കെ പെട്ടിട്ടുള്ള ഏതോ ഒരു കൊച്ചു തമ്പുരാനാവും ഇയാള്. ഏതോ യൂറോപ്യൻ രാജ്യത്തിൽ ഇവിടെ ഇരുന്നിട്ട് ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിനൊക്കെ ആ ഒരു രീതിയിൽ അത്രയും വൾഗറായിട്ട് പറയുന്ന ഒരു വ്യക്തിനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പണ്ട് ഈ ക്ലബ് ഹൗസ് പോലുള്ള സാധനങ്ങളിലൊക്കെ അലക്കി കീച്ച് ആ ഒരു സംഘപരിവാറിന്റെ ആ ഒരു ഐഡിയോളജിക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആള്. ഇയാളുടെ പേര് കാർത്തിക് ശിവകുമാർ എന്നെങ്ങാനാണ്. ഇയാൾ പറയുന്നത് ഇയാൾക്കൊരു വിശ്വാസമുണ്ട്, ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള മതമുണ്ട്, ആ മതത്തിൽ ഉൾക്കൊള്ളുന്ന അതിൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തിനെ ഇയാള് പിന്തുടരുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാള് പറയുന്ന കുറച്ച് വിഷയങ്ങള് അതാദ്യം ഒന്ന് നിങ്ങൾ കണ്ടുനോക്കുക. അതിന് മുമ്പായിട്ട് ഇവനിക്ക് ഇവന്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാണ്, അതല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള പല സംഭവങ്ങളും. ഇവൻ പറയുന്നത് സുഡാപ്പികള് അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേച്ചുപറ്റ മാതാവായ മറിയത്തിന്റെ അടിമകള് അല്ലെങ്കിൽ മറിയമ്മന്റെ മക്കള് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷത്തിലുള്ള ആളുകളെല്ലാവരും തീവ്രവാദികളും അതല്ലെങ്കിൽ രാജ്യദ്രോഹികളും രാജ്യത്തിന്റെ അടുത്ത് കൂറില്ലാത്ത ആളുകളും ഒക്കെയാണ്. ഇവനെ കുറിച്ചൊരു വാക്കും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഇതൊക്കെ പഴയ സവർണ കാലഘട്ടത്തിലുള്ള സവർണ തമ്പുരാന്റെ ഏതോ പേരക്കുട്ടിയോ മകനോ മക്കളോ അല്ലെങ്കിൽ ഏതോ മൂത്രമൊഴിച്ച് തെറിച്ചു പോയ ഏതോ ഒരു ബന്ധത്തിലൊക്കെ പെട്ടിട്ടുള്ള ഏതോ ഒരു കൊച്ചു തമ്പുരാനാവും ഇയാള്. അത് ആ ഒരു കാലഘട്ടം ഈ ഈയവനും പുലയനും അവർണനൊന്നും എന്താ പറയാ ഈ വഴി നടക്കാൻ പറ്റാത്ത അവർക്കൊന്ന് കണ്ടത്തിൽ മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത ആ ഒരു കാലഘട്ടങ്ങളൊക്കെ തിരിച്ചു വരണം, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ കുളിര് കൊണ്ട് സ്വപ്നം കണ്ടിരിക്കുന്നവരായിരിക്കും ഇവരൊക്കെ. ആദ്യം ഈ ചങ്ങായി കണ്ട അല്ലെങ്കിൽ ഇവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമസ്തേ. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് എൻ്റെ ഓർമ്മയിൽ ഇന്നുണ്ട്. അത് മാത്രമുള്ളൂ എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വാക്കുകളാണ്, അപ്പൻ്റെ ശബ്ദം. പിന്നെ അപ്പൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റി ഹാസ് ചേഞ്ച്ഡ് ദി ജീൻ ഓഫ് വൈറ്റ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്തുമതം വെള്ളക്കാരിൽ ജനിതകമായ മാറ്റങ്ങൾ വരുത്തി എന്നാണ് എൻ്റെ അർത്ഥം. അത് ഇത്രയും തലമുറകൾ പിന്നിട്ട് ഇത്രയും തലമുറകൾ പരിശുദ്ധ മറിയമേ ഈ പിഴച്ച സ്ത്രീയെ, അതായത് ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തി അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭിണിയായി പിഴച്ച സ്ത്രീ, അവളെ പരിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞ് വെള്ളക്കാർ പിഴച്ചുപോയി. മനസ്സിലായില്ല? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടുന്ന സാധനമുണ്ട്, തിരിച്ചു കിട്ടാത്ത സാധനമുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഞാനൊരിക്കൽ എൻ്റെ ഫോൺ ഇവിടെ ട്രെയിനകത്ത് വെച്ച് മറന്നുപോയി. അപ്പോൾ അതാരോ കണ്ടെടുത്ത് ഇവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ബ്യൂറോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കൊടുക്കുക. ഞാനും കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടു കിട്ടി ഞാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫോൺ തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്ക് ഫോൺ നഷ്ടപ്പെട്ടു. വിത്തിൻ 2 days എനിക്ക് ഫോൺ തിരിച്ചു കിട്ടി. അപ്പോൾ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടാം. അതുപോലെയല്ല ഒരു സ്ത്രീയുടെ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? പാതിവൃത്തി. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അത് നഷ്ടപ്പെട്ടാൽ പോയി ഫോർ എവർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? എന്ത് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അതായത് വെർജിനിറ്റി, ഫോർ എക്സാമ്പിൾ കന്യകത്വം. മനസ്സിലായോ? അതിന് ഇവിടുത്തുകാർ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. മനസ്സിലായോ? എന്തൊരു ജീവിതമാണ് പോയി കണ്ട് മതിയായി. എത്രയും വേഗം നാട്ടിലോട്ട് വന്നാൽ മതി എന്ന്. എനിക്ക് മതിയായി ഇവിടെ ജീവിച്ച്. റിയലി ഐ എം ഫെഡ് അപ്പ്. താമസിയാതെ തന്നെ നാട്ടിലോട്ട് വരും. എവിടെയെങ്കിലും ആരും അറിയിക്കൊന്നുമില്ല എവിടെയാണെന്ന്. എവിടെയെങ്കിലും ഒരു മലമുട്ടി പോയി ഇരുന്നിട്ട് എഴുതുക, അതാണ് എൻ്റെ ഉദ്ദേശം.
മനസ്സ് കിടന്ന് തിളക്കണേ. അപ്പോൾ അതൊക്കെ എല്ലാം കടലാസിലേക്ക് പകർത്തി കഴിഞ്ഞാലേ ആളുകൾക്ക് അത് വായിക്കാമല്ലോ. എഴുത്താണ് നമ്മുടെ ഉദ്ദേശം. ഇത്രയും നേരം സംസാരമായിരുന്നു, ഇനി അങ്ങോട്ട് എഴുത്തായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്, എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. കണ്ടല്ലോ, പറയണത് കണ്ടല്ലോ. എനിക്ക് ചെറിയ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രണ്ട് കാലും ചളിയില് പൂണ്ട് കിടക്കുന്ന, അല്ലെ ആ ഉദാഹരണം വേണ്ട. ഒരു കാലിന് ആന മന്തുള്ള, രണ്ട് കാലിന് ആന മന്തുള്ള ഒരുത്തൻ, ഒരു ചെറിയ ഉണ്ണിമന്തുള്ള, ഒറ്റക്കാലിൽ ഒരു ഉണ്ണിമന്തുള്ള ഒരുത്തനെ മന്ദ എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എടാ, ഓരോ മതത്തിനുള്ളിലേക്കും ഇറങ്ങിച്ചെന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെ തന്നെ ആവണം. അതല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന് അങ്ങനെ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ഉൾക്കൊണ്ട് വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം? ഇവനൊന്നും അതിന്റെ ഒരു വലിയ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ക്രിസ്ത്യൻസിന്റെ വിശ്വാസം പരിശുദ്ധാത്മാവിലൂടെ ദിവ്യഗർഭം ഉണ്ടായതാണ് യേശു എന്നുള്ളതാണ് ക്രിസ്ത്യൻസിന്റെ ഒരു വിശ്വാസം. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കാം. എനിക്കിപ്പോ ഇങ്ങനത്തെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങനെ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണോട്ടോ ആ കാര്യം. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഏതൊരു രീതിയിൽ വിശ്വസിച്ച് പോകുന്ന ആളുകൾക്ക് അവർക്ക് വിശ്വസിച്ചു വിടറോ? ഇവൻ യൂറോപ്പിൽ തന്നെ ഏതോ രാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ കളകളകളകളകളകളൊക്കെ അടിച്ചു കൂട്ടുന്നത്. കുറച്ച് പ്രശസ്തനാണ് ആള്. ക്ലബ് ഹൗസിലൊക്കെ പണ്ട് ഇതുപോലെ അലക്കി തേച്ച് ഇങ്ങനെ നാവിട്ട് അലച്ച് നക്കി 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 കളിക്കുന്ന ഒരുത്തനായിരുന്നു ഇത്. അവിടുന്നൊക്കെ ഇപ്പൊ വിട്ട്, അവിടുന്ന് ഈ ക്രിസംഖ്യകളുടെ കൂടെ ഒക്കെ കൂടിയിട്ടുണ്ട്. ഇനി അവിടുന്നൊക്കെ വിട്ടിട്ടാണ് ഇപ്പം ഈ ക്രിസ്ത്യാനികളെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇങ്ങരുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ രീതിയിൽ ഈ സവർണത്വം അതല്ലെങ്കിൽ ആ ഒരു വർണ്ണ കാലഘട്ടമൊക്കെ ഇനിയും വരണം എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ പെട്ടിട്ടുള്ള ഒരുത്തനാണിത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരുത്തരന്മാരുടെ ഒക്കെ കാഴ്ചപ്പാട് എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവത്തുള്ളൂ. ഒരു മതത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റൊരു മതത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനൊക്കെ ഏത് രീതിയിലാണ് ഇവനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുക? ഇത് ഏതെങ്കിലും നിരീശ്വരവാദിയായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ താരാറില്ല. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ഫ്രീ തിങ്കറോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മനുഷ്യനെ കാണുകയും കുഴപ്പമില്ല. അത് ഒരു മതത്തിന് വിമർശിക്കുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപിക്കുന്നതിനൊക്കെ ഒരു രീതിയില്ലേ? ഈ രീതിയിൽ പേച്ചുപറ്റ മാതാവായ അല്ലെങ്കിൽ ആ പേച്ച സ്ത്രീനാണ് ഈ യൂറോപ്യൻസും അതല്ലെങ്കിൽ അങ്ങനെ യൂറോപ്യൻസ് അങ്ങനെ വിളിച്ചത് കൊണ്ടായിരുന്നു ഇപ്പൊ യൂറോപ്പ് തകരുന്നതും യൂറോപ്പിൽ ഇപ്പം ആ മതം തന്നെ ഇല്ലാണ്ടായി വരുന്നതും എന്നൊക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ടുണ്ട് രോമാഞ്ചം കൊള്ളുന്ന വേറെ കുറെ എന്താ പറയാ ഈ ആലയില് കിടന്ന് അല്ലെങ്കിൽ അവന്മാരുടെയൊക്കെ അവന്മാരൊക്കെ ആലയിൽ കിടന്നാണെന്ന് തോന്നുന്നു പ്രസവിച്ചത്. ഈ ശാഖ ഉണ്ടല്ലോ, ശാഖയിൽ കിടന്നിട്ട് പ്രസവിച്ചതായിരിക്കും. അതാണ് അങ്ങനെയുള്ള ഒരു ശാഖ ശാന്തകളൊക്കെയാണ് ഇയാൾക്കൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നത്. ഏതെന്നായാലും പരിതാപകരമാണ് ഇവന്റെ ഒക്കെ അവസ്ഥ. ഇതിലൊരു ഒരു കോമഡി മാത്രമേ ഉള്ളൂ. ഒരു മതത്തിനുള്ളിരുന്ന് മറ്റൊരു മതത്തിനെ വിമർശിക്കാന്ന് പറഞ്ഞാൽ എന്തോ കോമഡി ആണോടോ ഇത്. അതെന്താന്ന് പറയാ, അത്രയും മതത്തിൽ അതും അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതാണ്. അച്ഛനും ഇതേപോലെ ക്രിസ്ത്യാനികളൊക്കെ വിമർശിക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് കൈരളിക്ക് ഏതോ കാലം കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അച്ഛനൊരു നിരീശ്വരവാദിയായിട്ട് ഇതുപോലെ പല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടാവാം. പക്ഷെ മോൻ വന്നുകൊണ്ട് നല്ലൊരു ശാന്തനായങ്ങാണ്ടാണ് ഈ രീതിയിലുള്ള പണിയെടുക്കുന്നത്. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ നമ്മുടെ ഇന്ത്യൻ ഏത് രീതിയിലേക്കാണ് ഈ അവർണ ശാന്തന്മാർ ഈ സവർണന്മാരൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.